നടത്തിപ്പിൻ്റെ ഒരു സോഫ്റ്റ്വെയറിനെ പറ്റിയാണ് പറയുന്നത്. ഇതിൽ പരീക്ഷ നടത്തിപ്പല്ലാണ് കുറേ ഫങ്ഷൻസും കൂടെ ഉണ്ട്. മലയാളം ലെറ്റർ ക്രിയേറ്റ് ചെയ്യാനുള്ളത്, DA ഫോമാറ്റ്, പ്രാക്ടിക്കൽ വർക്ക്, QR കോഡ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഡിഫറെൻറ്റ് ഓപ്ഷൻസും കൂടി അഡീഷണലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. എക്സാം അലോട്ട്മെൻറ്റിൽ നമുക്ക് സാധാരണയായിട്ട് FIUGP എക്സാമാണ് ഇപ്പോൾ വരുന്നത്. പിന്നെ പഴയ മോഡലിലെ എക്സാമാണ് വരുന്നത്. പഴയ മോഡലിലെ എക്സാമിന് ഓൾഡ് സ്കീം എക്സാമിൻ്റെ രജിസ്റ്റർ നമ്പേഴ്സ് നമുക്ക് കോളേജിലേക്ക് ഓരോ പേപ്പർ വൈസ് PDF അയച്ചു വരും. FIUGPൻ്റെത് നമുക്ക് അതേപോലെ തന്നെ പേപ്പറിൻ്റെ പേരും ഇതായിട്ട്. അപ്പോൾ ഈ ഒരു PDF ഒരു ദിവസത്തെ എല്ലാ PDF-കളും ഒരുമിച്ച് മെർജ് ചെയ്താണ്. സിംഗിൾ PDF ആണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഇത് ആ PDF ഒരു ദിവസത്തെ മൊത്തം പരീക്ഷണതുണ്ട്. അതിൽ ഞാൻ ആദ്യം എക്സാമ്പിളായിട്ട് കാണിക്കുക. എക്സാം അലോട്ട്മെൻറ്റിൽ ഇതിൽ ഡാറ്റ ഒന്നും എൻ്റർ ചെയ്യാത്തൊരു സമയത്ത് നമ്മളിതിലേക്ക് ഇമ്പോർട്ട് ഫ്രം PDF എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യും. ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻസ് ലിസ്റ്റ് ഇമ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ ആ PDF അനലൈസ് ചെയ്തിട്ട് അതിലുള്ള രജിസ്റ്റർ നമ്പേഴ്സും പേപ്പറിൻ്റെ നെയിം ഇതിലേക്ക് വന്നു. ഈ പേപ്പറിൽ 6 പേര്, അടുത്ത പേപ്പറിൽ 57 പേര്, അതിൻ്റെ രജിസ്റ്റർ നമ്പേഴ്സ് നമുക്ക് കൂടെ വന്നു. നമുക്കിനി ഓരോ റൂമിലുള്ള സ്ട്രെങ്ത്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ റൂമിൻ്റെ നമ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യാം. ഒരു സെയിം പേരിലുള്ള 2 റൂം ആഡ് ചെയ്യാൻ പറ്റില്ല. ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ എക്സ്പോർട്ട് ടു ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യാം ഈ ഡാറ്റ. ഇനി അതേപോലെ തന്നെ ഈ ഡാറ്റ മൊത്തം ക്ലിയർ ചെയ്യണമെങ്കിൽ ക്ലിയർ ചെയ്യാം. നേരത്തെ എക്സ്പോർട്ട് ചെയ്ത് വെച്ചത് ഇമ്പോർട്ട് CSV എന്ന് പറഞ്ഞിട്ട് ഫയൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്തെടുക്കാം. ആ ഡാറ്റയും റൂമിൻ്റെ പേരുകളും ഒക്കെ തന്നെ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ആ PDF 368 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഡേറ്റ് ഓഫ് എക്സാം നമുക്കിവിടെ ഫില്ല് ചെയ്യാം. നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് നമുക്ക് ഡേറ്റ് ഓഫ് എക്സാം ആയിട്ട് കിട്ടും. ഇനി ഇതിൻ്റെ പരീക്ഷ നടത്തിപ്പിൻ്റെ സമയത്ത് നമുക്ക് സീറ്റിംഗ് അലോട്ട്മെൻ്റ് ഒക്കെ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ബട്ടൺ PDF സീറ്റിംഗ് അലോട്ട്മെൻറ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ PDF അലോട്ട്മെൻറ്റ് കിട്ടും. സീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പേര് ഡേറ്റോ എന്തും കൊടുക്കാം. സേവ് കൊടുത്തു കഴിഞ്ഞാൽ ആ പെട്ടെന്ന് തന്നെ അത് ഓപ്പൺ ചെയ്ത് വരും ആ PDF. അപ്പോൾ നമുക്കിതിനെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ പേരും എത്ര പ്രിൻറ്റ് ചെയ്യണം എന്നുള്ള കാര്യവും ഇവിടെ കിട്ടും. എത്ര എണ്ണം അതിൻ്റെ രജിസ്റ്റർ നമ്പേഴ്സും കൂടെ വരുന്നുണ്ട്. ഓരോന്നും വേണ്ട ഡാറ്റ നമുക്കിവിടെ കിട്ടും. അതിനുശേഷം ഓരോ റൂമിലേക്കും എത്ര ക്വസ്റ്റ്യൻ വെച്ചിട്ട് എടുത്ത് വെക്കണം. റൂം 1ലേക്ക് 30 സീറ്റാണുള്ളത്. അവിടെ 2 തരം ക്വസ്റ്റ്യനാണ്. ആദ്യത്തത് 6 എണ്ണം, രണ്ടാമത്തത് 24 എണ്ണം. അതേപോലെ റൂം നമ്പർ 2 ഒരു ടൈപ്പ് ക്വസ്റ്റ്യനുള്ള 30 എണ്ണം വരുന്നത്. അതനുസരിച്ച് ഓരോ റൂമിലേക്കും വേണ്ടുന്നുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കിട്ടും. വളരെ പെട്ടെന്ന് തന്നെ ഇതുണ്ടെങ്കിൽ നമുക്ക് ഓരോ റൂമിലേക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് എടുത്തു വെക്കേണ്ടതെന്ന് ഒരു പേജിൽ തന്നെ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് സ്റ്റിക്കർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പേരും അത് എത്ര എണ്ണം ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസും ഇത് കവറിൻ്റെ മുകളിൽ നമുക്ക് ഒട്ടിച്ച് വെക്കാൻ പറ്റും, ഓരോ സെപ്പറേറ്റ് കവേഴ്സിൻ്റെ മുകളിൽ. ഇനി അതിനുശേഷം റൂമിലെ സീറ്റിംഗ് അലോട്ട്മെൻ്റ് ആണ്. ഇതാണ് ടീച്ചേഴ്സിൻ്റെ വഴി എക്സാം ഹാളിലേക്ക് കൊടുത്തു വിടുന്നത്. അപ്പോൾ നമ്മളെ ഹാളിൻ്റെ പേരുണ്ടാവും, ടോട്ടൽ എത്ര സീറ്റ് ഉണ്ടെന്നുണ്ടാവും, ഡേറ്റ് ഉണ്ടാവും, അതേപോലെ ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഉള്ളതെന്ന് ഇവിടെ വരും. ആ ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും എത്ര ക്വസ്റ്റ്യൻസ്, എത്ര സ്റ്റുഡൻസ് ആ റൂമിലുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാവും. അതിനുശേഷം സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഇവിടെ പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. ഇത് നമുക്ക് RNBB നമ്പേഴ്സിന് ഇക്വലൻ്റായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. 1 to 30 ഇത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട്. അതേപോലെ റിപ്പോർട്ടിൽ പ്രസൻറ്റ് എത്ര പേര്, ആബ്സെൻ്റ് എത്ര പേര്, ടോട്ടൽ എത്ര പേര്, രജിസ്റ്റർ നമ്പേഴ്സ് ആബ്സെൻറ്റീസ് ഉണ്ട്, നെയിം ആൻഡ് സിഗ്നേച്ചർ ഓഫ് ദ ഇൻവിജിലേറ്റർ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഒരു A4 ഷീറ്റിൽ 2 റൂമിനെ വെച്ചിട്ട് എല്ലാ റൂമിൻ്റെ വേണ്ട സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നമുക്കിവിടെ പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. ഇതിൽ നമുക്ക് ആ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓപ്ഷൻ ഉണ്ട് നോട്ടീസ് ബോർഡ് വേണമെന്നുള്ളത്. അത് കൊടുക്കുകയാണെങ്കിൽ നോട്ടീസ് ബോർഡിലേക്കുള്ള പ്രിൻ്റ് കൂടെ കിട്ടും. ഹാൾ 1ലുള്ള രജിസ്റ്റർ നമ്പേഴ്സ്, അതേപോലെ ഓരോ ഹാളിലേക്കുള്ള രജിസ്റ്റർ നമ്പേഴ്സും ഇതിൽ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. എല്ലാ ഹാളിലതും നോട്ടീസ് ബോർഡിലേക്ക് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവും. പെട്ടെന്ന് തന്നെ നമുക്ക് എക്സാം നടത്തിപ്പിൻ്റെ
ഡീറ്റെയിൽസ് വളരെ പെട്ടെന്ന് 1-2 മിനിറ്റ് കൊണ്ട് എല്ലാം നമുക്ക് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ പരീക്ഷ നടത്തി കഴിഞ്ഞാൽ ആബ്സെൻറ്റീസ് ഉണ്ടെങ്കിൽ ആദ്യത്തെ പേപ്പറിന് 6 പേരാണുള്ളത്. അതിലൊരാൾ ആബ്സെൻ്റ് ആണെങ്കിൽ മാർക്ക് ആബ്സെൻറ്റ് രജിസ്റ്റർ നമ്പർ എന്ന് കൊടുത്താൽ അത് ആബ്സെൻ്റ് ആവും. ആബ്സെൻറ്റീസ് ലിസ്റ്റ് നമുക്കിവിടെ പ്രിൻ്റ് ചെയ്ത് കാണിക്കും. രണ്ടാമത്തെ പേപ്പറിൽ 5 രജിസ്റ്റർ നമ്പറും 9 എന്ന് പറഞ്ഞ രജിസ്റ്റർ നമ്പറും ആബ്സെൻ്റ് മാർക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് റിപ്പോർട്ട് യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കുന്ന റിപ്പോർട്ടാണ്. റിപ്പോർട്ട് യൂണിവേഴ്സിറ്റി നമ്മൾ FIUGP ക്യാമ്പ് ആണെങ്കിൽ ക്യാമ്പ് ഡയറക്ടർക്കുള്ള റിപ്പോർട്ട് ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയാണ് വരുന്നത്. യു എന്ന് പറഞ്ഞ പേരിൽ ഞാൻ സേവ് ചെയ്തു. യൂണിവേഴ്സിറ്റിക്കുള്ള റിപ്പോർട്ട് നമുക്ക് നോക്കാം. ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ പേപ്പറിൻ്റെ നെയിം വരുന്നുണ്ട്. അതേപോലെ രജിസ്റ്റർ നമ്പേഴ്സ് എത്ര ഉണ്ട്. ഒരാൾ ആബ്സെൻ്റ് ആയിരുന്നു. അപ്പോൾ ടോട്ടൽ 6 എണ്ണമായിരുന്നു പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. 5 പേരാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ എക്സാമിനേഷൻ ബുക്സ് എത്ര ഉണ്ടെന്നുള്ളത് ഇവിടെ നമുക്ക് പ്രിൻ്റ് ചെയ്ത് വരും. അതേപോലെ ചീഫ് സൂപ്രണ്ടിന് സൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത്തേലെ 5, 9 ആയിരുന്നു ആബ്സെൻ്റ് ഉണ്ടായിരുന്നത്. രജിസ്റ്റർ നമ്പേഴ്സ് ആബ്സെൻറ്റീസിലെ 5, 9 ഫില്ല് ചെയ്ത് വരും. അപ്പോൾ 1 to 4 ടോട്ടൽ 4 ബുക്സ്, 6 to 8 3 ബുക്സ്, ബാക്കി വരുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ടോട്ടൽ 55 ആൻസർ ബുക്സ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഫില്ല് ചെയ്ത് വരും. അങ്ങനെ ഓരോ പേപ്പറിനും ഓരോ എക്സാം പേപ്പറിൻ്റെതും നമുക്കിവിടെ ഡീറ്റെയിൽഡായിട്ട് കറക്റ്റായിട്ട് പ്രിൻ്റ് ചെയ്ത് വരും. ഇനി ഇതേപോലെ തന്നെ ഇത് നമുക്ക് ക്യാമ്പ് ഡയറക്ടർക്കുള്ള റിപ്പോർട്ടാണ്. FIUGP ക്യാമ്പ് ആണെങ്കിൽ ഒരു പേര് കൊടുത്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓപ്പൺ ചെയ്ത് വരും. സെയിം ടൈപ്പ് റിപ്പോർട്ടാണ്. അതിലെ ക്യാമ്പിന് നെയിമോ സിഗ്നേച്ചറോ വാല്യുവേഷൻ ക്ലർക്ക്, ചീഫ് സൂപ്രണ്ട്, ക്യാമ്പ് ഡയറക്ടർ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസും ചെയർപേഴ്സൺ HOD ഒക്കെ കൊടുക്കും. ചെയർപേഴ്സണിന് കൊടുക്കുന്ന സമയത്ത് സൈൻ ചെയ്ത് ഓഫീസിൽ സൂക്ഷിക്കാവുന്ന ഫോമാറ്റിലാണുള്ളത്. നേരത്തെ പോലെ തന്നെ ഒരാൾ ആബ്സെൻ്റ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്. അതൊക്കെ ഡീറ്റെയിൽസ് എത്ര ബുക്ക് പരീക്ഷ എഴുതിയ സ്റ്റുഡൻസിൻ്റെ ഓരോ ബുക്കിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കിട്ടും. ഓരോ പേപ്പറിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ നമുക്ക് പ്രിൻ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി നമുക്കിത് ക്ലിയർ ചെയ്യാം. ഇതേപോലെ ഓൾഡ് സ്കീമിലാണ് നമ്മളെ പരീക്ഷേൻ്റെ ഡാറ്റ നമുക്കുള്ളതെങ്കിൽ ഓൾഡ് സ്കീമിൻ്റെ PDF അത് നമുക്കിതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അത് ഓൾഡ് സ്കീം ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ രജിസ്റ്റർ നമ്പർ PDF എന്നാണ്. ആ PDFിലുള്ള എല്ലാ രജിസ്റ്റർ നമ്പറും ഒരു പേപ്പറിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് വരും. അപ്പോൾ നമ്മൾ ആദ്യം പേപ്പറിൻ്റെ നെയിം ഇവിടെ ഫില്ല് ചെയ്യണം. എന്നിട്ട് ആഡ് പേപ്പറിന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ പേപ്പർ നെയിം സെലക്ട് ചെയ്യുക. എന്നിട്ട് രജിസ്റ്റർ നമ്പർ ഫ്രം PDF എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് രജിസ്റ്റർ നമ്പറിൻ്റെ ഫോമാറ്റ് ചോദിക്കും. അത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഓൾഡ് സ്കീമിലുള്ള രജിസ്റ്റർ നമ്പേഴ്സ് ഇവിടെ ഉണ്ട്. അത് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ അനലൈസ് ചെയ്ത് ആ രജിസ്റ്റർ നമ്പേഴ്സ് നേരത്തെ പോലെ തന്നെ അവൈലബിൾ ആയിട്ട് കിട്ടും. അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഇത് എടുക്കില്ല. വീണ്ടും ഒരേ രജിസ്റ്റർ നമ്പർ 2 തവണ എടുക്കില്ല. വേറൊരു പേപ്പറിലേക്ക് എടുക്കില്ല. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നീട് ഇനി റൂം നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ റൂം ആഡ് ചെയ്ത് അലോട്ട്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി വേറൊരു പേപ്പറും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ അതും കൂടെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇതിൻ്റെ കൂടെ FIUGPൻ്റെ ഡാറ്റയാണുള്ളതെങ്കിൽ അതും കൂടി ഇമ്പോർട്ട് ചെയ്യാം. അതും വളരെ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് വരും. PDF-ൻ്റെ സൈസ് അനുസരിച്ച് സ്റ്റുഡൻസിൻ്റെ എണ്ണം അനുസരിച്ചിട്ട് ടോട്ടൽ 400 സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ ഇത്രയും കുറഞ്ഞ സമയം എടുക്കുന്നുള്ളൂ. ഇതാണ് അത് ചെയ്യുന്നത്. ഇനി ഏതെങ്കിലും പേപ്പേഴ്സ് സോർട്ട് ചെയ്യണമെങ്കിൽ അതൊക്കെ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. രജിസ്റ്റർ നമ്പേഴ്സ് സോർട്ട് ചെയ്യാം. സോർട്ട് പേപ്പർ നെയിംസ് സോർട്ട് ചെയ്യാൻ പറ്റും. ഇതേപോലെ ഇത് നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് സേവ് ചെയ്യണമെങ്കിൽ ഒരു പേര് കൊടുത്തിട്ട് CSV ഫയലായിട്ട് സേവ് ചെയ്യാം. പിന്നെ അടുത്ത ദിവസം വേണമെങ്കിൽ അതിൽ ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഡാറ്റ എടുക്കാവുന്നതാണ്. റൂം നമ്പേഴ്സൊക്കെ ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്തൊരു ഫയലിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് ഈ ഒരു പേപ്പേഴ്സ് നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ്
പേപ്പർ ഡിലീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെയുള്ള രജിസ്റ്റർ നമ്പേഴ്സും കൂടെ ഡിലീറ്റ് ചെയ്യും. പേപ്പറിൻ്റെ പേര് റീനെയിം ചെയ്യാം, പേരെന്തെങ്കിലും വന്നതിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ റീനെയിം ചെയ്യാം. അതേപോലെ രജിസ്റ്റർ നമ്പേഴ്സ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. രജിസ്റ്റർ നമ്പറിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ മാറ്റാം. അതേപോലെ റൂമിൻ്റെ നമ്പർ, ഈ റൂമല്ല നമ്മൾ അലോട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മാറ്റി അലോട്ട് ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഇതിലുള്ള ഓപ്ഷൻസ് വരുന്നത്. ഇനി നമുക്കിതിൽ എക്സാമിൻ്റെക്ക് സ്റ്റിക്കറായിട്ട് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ സ്റ്റിക്കർ നമുക്ക് 5 കോളം 13 റോ ഉള്ള സ്റ്റിക്കേഴ്സ് ഉണ്ട്. ആ ടൈപ്പാണ് സ്റ്റിക്കറെങ്കിൽ നമ്മൾ 5, 13 കൊടുക്കുക. അത് ഈ സൈഡിലെ മാർജിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് CSV ഫയൽ സെലക്ട് ചെയ്യാം. നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് വെച്ച ഫയൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജനറേറ്റ് സ്റ്റിക്കർ എന്ന് കൊടുത്താൽ നമുക്ക് ആ സ്റ്റിക്കർ ഓപ്പൺ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ സ്റ്റിക്കേഴ്സ് ജനറേറ്റ് ചെയ്ത് വരും. അപ്പോൾ ഇവിടെ റൂം നമ്പറും അതിൻ്റെ താഴെ രജിസ്റ്റർ നമ്പേഴ്സുള്ള സ്റ്റിക്കർ വരും. ഇനി ഇതിൽ നിന്നുള്ള തന്നെ ഡാറ്റ വേണമെന്നില്ല, സ്റ്റിക്കർ ജനറേറ്റ് ചെയ്യാൻ ഏത് CSV ഫയലിൽ നിന്നുള്ള ഡാറ്റേഴ്സും സ്റ്റിക്കറായിട്ട് ഇതിലേക്ക് വരും. 4 ലൈൻസുള്ള സ്റ്റിക്കറാണ്. റൂം നമ്പറും ഇതും കൊടുക്കുമ്പോൾ 2 ലൈൻസിലാണ് നമുക്ക് ഇതിലേക്ക് വരുന്നത്. മുകളിൽ റൂം നമ്പറും താഴെ രജിസ്റ്റർ നമ്പറുള്ള സ്റ്റിക്കർ, A4 സൈസുള്ള സ്റ്റിക്കേഴ്സ് നമുക്ക് സ്റ്റിക്കർ പേപ്പറിലേക്ക് പ്രിൻറ്റ് ചെയ്താൽ പെട്ടെന്ന് തന്നെ എടുക്കാവുന്നതാണ്. പിന്നെ ഇതിലുള്ള ഒരു ഓപ്ഷൻ നമുക്ക് QR കോഡ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് QR കോഡ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. അവിടെ നമുക്ക് എന്താണോ ഒരു ടെക്സ്റ്റിൻ്റെ QR കോഡാണെങ്കിൽ ജനറേറ്റ് QR കോഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സേവ് കൊടുത്തു കഴിഞ്ഞാൽ ആ QR കോഡ് ജനറേറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് PNG ഫയലായിട്ട് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇവിടെ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഹോം എന്ന് പറഞ്ഞ ബട്ടൺ എടുത്തിട്ട് മലയാളത്തിലുള്ള ലെറ്റേഴ്സ് ഉണ്ട്. അപ്പം തൊട്ട് മുന്നേ ചെയ്ത ലെറ്റേഴ്സൊക്കെ ഇവിടെ സേവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും ഒക്കെ ഫില്ല് ചെയ്യാം. എന്നിട്ട് പ്ലേസ് നമുക്ക് ഫില്ല് ചെയ്യാം, ഡേറ്റ് ഫില്ല് ചെയ്യാം, പൊസിഷൻ എന്താണെന്ന് വെച്ചാൽ സിഗ്നേച്ചറി പൊസിഷൻ നെയിമോ അത് ഫില്ല് ചെയ്തിട്ട് സേവ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ലെറ്റർ നമുക്ക് സേവ് ചെയ്യാം. ലെറ്റർ, നമ്പർ, ഡേറ്റ്, അഡ്രസ്സ്, വിഷയം ഇതൊക്കെ ആയിട്ട് നമുക്ക് മലയാളത്തിൽ ലെറ്റർ ഫോമാറ്റ് ചെയ്ത് വരും. ഇനി അതല്ല ലെറ്റർ നമുക്ക് ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് സേവ് ന്യൂ PDF കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് ഫോമാറ്റിലുള്ള ലെറ്റർ കിട്ടും. ഫ്രം ടു എന്നൊക്കെയാണ് ഉണ്ടാവുക. നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്ത് കൊടുത്തത് അത് നമുക്ക് ലെറ്ററിൽ കിട്ടും. ഇതിൽ മലയാളം ടൈപ്പ് ചെയ്യാൻ നമുക്ക് വിൻഡോസ് തന്നെ യൂസ് ചെയ്തിട്ട് മലയാളം ടൈപ്പ് ചെയ്യാം. എന്താണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ആ ലെറ്റേഴ്സ് കിട്ടും. ഇംഗ്ലീഷിലാണ് കൊടുത്തത്. പിന്നെ ഇതിൽ നമുക്ക് TADA ബില്ലിൻ്റെ ഫോമാറ്റ് ഉണ്ട്, ലീവ് അപ്ലിക്കേഷൻ ഉണ്ട്. TADA ബില്ലിൻ്റെ ഫോമാറ്റ് A3 സൈസുള്ള DA ബില്ല് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്ത് വരും PDF ആയിട്ട്. ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. മൂഡിൽ ക്വസ്റ്റ്യൻ ബാങ്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. MCQ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ബാക്കി ഫങ്ഷണാലിറ്റീസ് വീണ്ടും അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിരുന്ന ഓപ്ഷനാണ് എക്സാമിൻ്റെ അലോട്ട്മെൻറ്റ്. നിങ്ങളിത് ഡൗൺലോഡ് ചെയ്യാൻ ഇതിൻ്റെ വെബ്സൈറ്റിൽ കയറിയാൽ പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് വിൻഡോസിൽ വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണിത്. അപ്പം വിൻഡോസിൽ വളരെ പെട്ടെന്ന് ഇത് വർക്ക് ചെയ്യും. അപ്പോൾ ഇതിലെ അപ്ഡേറ്റ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാം. ഫോം വിൻഡോയിൽ പോയിട്ട് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്താൽ അവിടെ കോളേജിൻ്റെ പേരോ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മളെ PDF ഔട്ട്പുട്ടിൽ നമുക്ക് കോളേജിൻ്റെ പേരും ഫില്ല് ചെയ്ത് വരും. അപ്പോൾ ഇത് ഫ്രീലി ഡൗൺലോഡബിൾ ആണ്. ഇതിൻ്റെ